ഓക്കെ, വലിയ പ്രതീക്ഷയാണ് താങ്കൾ ഉൾപ്പെടെയുള്ള ഈ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് 3 മാസത്തിനിടയിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ പുതിയൊരു നയം വരും എന്ന്. പക്ഷേ ഇതൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ മറ്റൊരു റിപ്പോർട്ടായി മാറുമോ? നമ്മളൊരു വിഷയത്തിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം എന്ത് പറഞ്ഞാലും നല്ലൊരു പോസിറ്റീവായിട്ട് നിങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ആ റിപ്പോർട്ട്, ഈ റിപ്പോർട്ട് അതിനൊരു അഭിഭാഷി, അത് ശരിയല്ലല്ലോ. അപ്പൊ ഇതിനെ നമ്മളൊരു പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരായ നിങ്ങളത്തിലുള്ളവരൊക്കെ വേണം ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണം. ഗവൺമെന്റ് എങ്ങനെ ഒരു നല്ല സ്റ്റെപ്പ് എടുക്കുമ്പോ സ്വാഭാവികമായിട്ട് അതിന്റെ പിന്തുണയ്ക്കാണ് വേണ്ടത്. അപ്പൊ അതിനെയൊക്കെ ഒരു വിഷയത്തിലേക്ക് മാത്രം ഒരു ചുരുക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ വിഷയം. ഇവിടെ നമ്മൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിരുന്നുണ്ടല്ലോ. ഒന്നാമത് ലേബർ കോൺട്രാക്ട് ആൻഡ് വർക്ക് പ്ലേസ്, അതിന്റെ വിഷയം നമ്മൾ സംസാരിച്ചു. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. അപ്പം പിന്നെ അതില് റീഡിഫൈൻ ചെയ്യാണ് ഫിലിം ലേബർ ഡിഗ്നിറ്റിയും കോൺട്രാക്ട്സും സേഫ്റ്റി ഇൻ ദ ഫിലിം വർക്ക് പ്ലേസും ഇതൊക്കെ റീഡിഫൈൻ ചെയ്യുക, മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ഒരു ആരോഗ്യപരമായ ഡിസ്കഷൻ ആ കാര്യത്തിൽ വന്നു. താങ്കൾ നേരത്തെ സൂചിപ്പിച്ച ജെൻഡർ ആൻഡ് ഇൻക്ലൂസിവിറ്റി, അതായത് പിന്നെ ഏതൊക്കെ തരത്തിൽ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. കീനോട്ട് സ്പീക്കർ തന്നെ മന്ത്രിയായിരുന്നു, വീണ ജോർജ് ആയിരുന്നു. അപ്പൊ എല്ലാ വിഷയത്തിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി എന്നാണ് നമ്മൾ പറയാം. ഒരു വിഷൻ ഉണ്ടായിരുന്നു, ക്ലാരിറ്റി ഉണ്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേറൊരു വിഷയം എന്താണെന്നറിയോ, ഇതിനകത്ത് ഈ ലീഗൽ ഫ്രെയിംവർക്ക് ആൻഡ് ഗ്രീവൻസസ് റിട്രസൽ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു, ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്ന. അപ്പൊ ഒരു സിനിമയിലെ പിന്നെ ഫിലിം പ്രൊഫഷണൽസിന് അറിയപ്പെടേണ്ട ഒരുപാട് കാര്യമുണ്ട്. പോളിസിംഗ് ഡ്രിവൻ അക്കൗണ്ടബിലിറ്റി ഫിലിം ഇൻഡസ്ട്രിയിലെ ആ വിഷയമുള്ളത്, IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയെ പറ്റിയുള്ള വിഷയം, റൈറ്റ്സ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, അതിനെ പറ്റിയുള്ള സ്റ്റാറ്റസ് എന്താണ്, ഒരു ഫിലിം സെക്ടർ എന്തൊക്കെയാണ്, ഫിലിം ടൈറ്റിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അത്തരം കാര്യങ്ങളുള്ള ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടായി. അപ്പൊ അതിന്റെ മോഡറേറ്റർ ബഹുമാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ സെക്രട്ടറി ഡയറക്ടർ ദിവ്യാസ് അയ്യർ IAS ആയിരുന്നു. ഒരുപാട് പേര് അതിനകത്ത് ശിബി സാറിനെ പോലെ, ശിവലൽ സാറിനെ പോലെ, പിന്നെ അഞ്ജലി മേനോനെ പോലെ, മുത്തുമണി ഈ വിഷയത്തില് ഡോക്ടറേറ്റ് എടുത്തതാണ്. അപ്പൊ അത്തരം ആളുകൾ എല്ലാം കൂടെ ആ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നെ ഏറ്റവും രസകരമായ സംഭവം, ഏറ്റവും നമുക്ക് എല്ലാവർക്കും വളരെ കൺസ്ട്രക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യമാണ് ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി സ്കില്ലിംഗ്. അതായത് ദാറ്റ് ഈസ് ബിയോണ്ട് ദ സ്ക്രീൻ ടെക്നോളജി, ടാലന്റ്, ട്രസ്റ്റ്, ന്യൂ സിനിമ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ധാരണ ഇനി ഏതൊരു കാലഘട്ടത്തിലേക്ക് പോവാണ്. അപ്പൊ ഇന്നലെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞു, AI ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എങ്കിൽ പോലും ഇംപ്രവൈസ് ചെയ്യാൻ മനുഷ്യന് മാത്രമേ പറ്റത്തുള്ളൂ, AIക്ക് പറ്റില്ല. അപ്പൊ അതൊരു ഡിസ്കഷൻ ടേബിളിൽ ആ വിഷയം വന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് എല്ലാ കാര്യത്തിലും. ഇനി ഒരു ക്രിയേറ്റീവ് എക്കോസിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റി ഇതിനൊക്കെ ഉപരിയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ ഉൾപ്പെടെയുള്ള, ഞാനൊക്കെ കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യുന്ന ഒരാളാണെങ്കിലും ഇൻഡിപെൻഡന്റ് സിനിമയ്ക്കും ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കേഴ്സിനും ഒരു വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനും ഇനി അവരുടെ സിനിമകളെ പ്രോത്സാഹിപ്പിക്കാനും സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ട്. അതായത് അല്പസംഖ്യക്കടെ ഇല്ലാത്ത വിധം മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇൻഡിപെൻഡന്റ് സിനിമയ്ക്ക് എല്ലാ തിയേറ്ററുകളും കണിശമായി ഒരു ഷോ കൊടുത്തിരിക്കണമെന്നുള്ളത്. അതൊരു വലിയ പ്രോത്സാഹനമല്ലേ? അത്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ നമ്മളൊന്നും ശ്രദ്ധില്ല എന്ന് നടിക്കാൻ പറ്റില്ല. അപ്പൊ എനിക്ക് താങ്കളെ പോലുള്ള മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളത്, ഇങ്ങനൊരു നല്ലൊരു കാര്യം നടക്കുന്ന കൂട്ടത്തിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ഗെപ്റ്റിൻ അബയൻസ് ഒന്നും വെച്ചിട്ടില്ല. മന്ത്രി തന്നെ ഇന്നലെ പറയുകയുണ്ടായി, അതൊക്കെ കറക്റ്റായിട്ട് അതിന്റെ രീതികൾക്ക് തന്നെ പുറത്തോട്ട് വരും. അതിൽ യാതൊരു സംശയമില്ല. അതിനെപ്പറ്റിയൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ടിക്കറ്റിംഗ് സമ്പ്രദായത്തെ പറ്റി സംസാരിച്ചിരുന്നു. തിയേറ്ററുകാർ അനുഭവിക്കുന്ന വേദന, തിയേറ്ററുകളുടെ പ്രതിനിധികൾ അവിടെ വന്നിട്ട് സംസാരിച്ചു. അവരുടെ വിഷയങ്ങൾ, ഇതെല്ലാം ഡിസ്കഷൻ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതുപോലെ ഇത്രയും വാസ്റ്റായിട്ടൊരു സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈസ് ഓഫ് പ്രൊഡ്യൂസിംഗ് ഫിലിംസിനെ പറ്റി, പിന്നെ ഏറ്റവും കൂടുതൽ വളരെ വിപ്ലവകരമായ ഫിലിം ടൂറിസം നിസ്സാര കാര്യമാണോ? കേരളം ഗോഡ്സ് ഓഫ് കൺട്രിയാണ്.
നമ്മൾ കേരളത്തിന്റെ ടൂറിസത്തിന്റെ സാധ്യതകളെ അന്തർദേശീയ തലത്തിലെത്തിക്കാൻ സിനിമകൾക്ക് കഴിയും. സിനിമ അങ്ങനത്തെ ഒരു മീഡിയയാണ്. അപ്പം ഫിലിം ടൂറിസത്തെ പറ്റി ഒരു വലിയൊരു സെമിനാർ പോലെ ഒരു ഡിസ്കഷൻ ടേബിൾ ഉണ്ടായി. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് ആയിരുന്നു അതിന്റെ കീനോട്ട് സ്പീക്കർ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ നിസ്സാര കാര്യമാണോ? ഇതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. വിവാദങ്ങളുടെ പുറകെ പോകുന്നതിനേക്കാളും കൂടുതൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ലെറ്റ്സ് തിങ്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അതല്ലേ വേണ്ടത്. നല്ല സിനിമ, നല്ല നാടകം, നല്ല സംസ്കാരം നമുക്ക് തോന്നുന്നു. സിനിമയിലെ ഈ കോൺക്ലേവോട് കൂടി പൊതുസമൂഹത്തിലൊരു നല്ലൊരു സംസ്കാരം പോസിറ്റീവായിട്ട് ചിന്തിക്കാനും എടുക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം.